ഡ്യൂട്ടി സമയത്ത് സ്വപ്പം മദ്യപിച്ച് മയങ്ങിപ്പോയതിന് എനിക്ക് സസ്പെൻഷൻ. പകൽ സമയത്ത് നിന്നെ കത്തിച്ചിട്ടതിന് ഏത് തെണ്ടിയെ സസ്പെൻഡ് ചെയ്യണം? ഇതിലാർക്കും പരാതിയില്ല. എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്. നീ ഇങ്ങനെ മാനമുട്ട ഞെളിഞ്ഞൊന്ന് എന്നെ നോക്കി കൊതിപ്പിക്കാനടി എന്റെ പൊന്ന് വാട്ടർ ടാങ്ക്. എവിടെ നിന്റെ പുതിയ ടെമ്പററി പമ്പ് ഓപ്പറേറ്റർ? ടെമ്പററി ഓപ്പറേറ്റർ മോനെ. പണ്ടജാവൻ കാത്തിരിക്കായിരുന്നോടാ കട്ടിലൊഴിയാൻ. ഈ ടാങ്കിന്റെ പമ്പ് ഞാൻ തന്നെ ഇനി ഓപ്പറേറ്റ് ചെയ്യും. ഇന്ന് ഇപ്പൊ നീ ഇവിടെ സ്ഥലം വിട്ടോണം കേട്ടാ. വെള്ളം അടിച്ച് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാലേ ഞാൻ പോലീസിനെ വിളിക്കും. പിന്നെ തന്നെ സസ്പെൻഷൻ ഉണ്ടല്ലോ, ഡിസ്മിസിലാവും. പോലീസിന്റെ അമ്മായപ്പനോ? നീ വിളിക്കൂടാ പോലീസിനെ? വിളിക്കും. നീ വിളിക്കൂടാ പോലീസിനെ? വിളിക്കും. എന്നാ വിളിക്ക്. ചുമ്മാ ഇത് എന്ത് ഏർപ്പാടായത്? സർക്കസ് ആണോ അതോ റെക്കോർഡ് ഡാൻസോ? സർക്കസാ. കോമാളി, നീലകോമാളി. കോമാളി? ഇതേത് സർക്കസാ? ജമിനി സർക്കസ് ആണോ റൈവൻ സർക്കസ് ആണോ കോമാളി? കോമാളി മനസ്സിലായില്ലേ? ഓ മലയാളി അല്ലേ? യഹി സർക്കസ് കോൺ ഹൈ കോമാളി? കോമാളി जोकर्स, ये सर्कस है तू जोकर्स है. तूने मुझे जोकर बोला? साला ये पागल है, ऐसे ही लगता है. എടി മാലിനി, പുളിയിലായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്ക്. ഇന്ന് ആരെടുത്തുന്നാണാവോ? എന്താ പറ്റിയത്? കുമാരൻ ആരാ നീ ചെറ്റകൾക്ക് അറിയില്ല. എന്നെ തല്ലിട്ട് ഈ പൊന്നാരി വെക്കരുത് സർക്കസ് നടത്തുന്ന എനിക്കൊന്ന് കാണാം. അയ്യോ കുമാരേട്ടാ, അത് സർക്കസുകാരല്ല, പട്ടാളക്കാൻ വന്നതാ. ആരാണ് ഇവിടെ ഹിന്ദി പറഞ്ഞത്? ഞാൻ മന്ത്രിയെ കാണാൻ പോയ തക്കത്തിന് പട്ടാളക്കാർ എറിഞ്ഞിങ്ങ ഇവിടെ. ആരാണ് ഇതിന്റെ ഹിന്ദി പഠിപ്പിച്ചോ? അതിനിവിടെ ആര് ഹിന്ദി പറഞ്ഞെന്നാ? കേട്ടില്ലേ ഈ പീസ് അച്ചാച്ചാന്ന് പറഞ്ഞ? അയ്യോ, അത് മലയാളത്തിൽ അച്ചാന്ന് വിളിച്ചത്. ഇനി മലയാളത്തിൽ എന്നല്ല ഒരു ഭാഷയിൽ ഇവിടെ ഹിന്ദി കേട്ടു പോകരുത്. ഈശ്വര, ഈ മനുഷ്യൻ വന്നു തുടങ്ങി. ചേട്ടാ ആ വലിയ കുപ്പി അത് ഒരു 200 രൂപ എടുത്തേ. ഗോപാൽജി ഒരു 20 രൂപ കുറവുണ്ട്. അടുത്തവണ അഡ്ജസ്റ്റ് ചെയ്യാം. അതെ, കടമൊക്കെ അങ്ങ് ബാറിൽ പറഞ്ഞാൽ മതി കേട്ടാ. എടാ നിന്റെ ഒക്കെ പ്രായത്തില് ചൂടും തണുപ്പും സഹിച്ച് അതിർത്തിയിൽ ഉറക്കമഴിച്ച് കിടന്നതിന് കിട്ടണതാ ഈ മിലിറ്ററി കോട്ട. അതിലേ മണ്ണിട്ടളക്കരുത് കേട്ടാ. അടുത്ത തവണ ശരിയാക്കും ഗോപാൽജി. നിന്റെ പാട്ട് പോടാ. കൊടുക്ക. അയ്യോ അയ്യോന്നോ? അയ്യോ ഗോപാൽജി മതി. ഒരു 20 രൂപയ്ക്കുള്ള ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു കടവില്ല. അയ്യോ ഈ കറവക്കാരൻ നാരായണന്റെ വീട് എവിടെയാ? കറവക്കാരൻ നാരായണനോ? ഓ, നമ്മുടെ വെളിച്ചപ്പാട്. അയാളിപ്പോ വീട്ടിൽ കാണൂല, അമ്പലത്തിൽ കാണും. അമ്പലത്തിലോട്ട് ജാവോ, സീതാ ജാവോ. താങ്ക് യു. ദേവി കുറെ നാളായിട്ട് മുങ്ങി നടക്കായിരുന്നു അല്ലേ? 2-3 മാസം പാലിന്റെ കാശ് കിട്ടാണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കിട്ടിയ അമ്മയ്ക്ക് സന്തോഷാവും. അമ്മേ ഭഗവതി, എന്താണ് പട്ടാളം അമ്പലത്തില്? തെരഞ്ഞു നടന്ന് കാണാനിട്ട് ഇങ്ങോട്ട് വന്നത്. എന്തിന്? പട്ടാള ക്യാമ്പിലേക്ക് പാല് വേണം, അത് പറയാൻ വേണ്ടിയാ വന്നത്. അത് ശരി, എന്നാ പൊക്കോളൂ, വഴിയുണ്ടാക്കാം. അമ്മേ വഴിയുണ്ടാക്കാം. ദേവി രക്ഷപ്പെട്ടു. കൃഷ്ണൻകുട്ടി സർ, ഇപ്പൊ എന്തൊക്കെ കാണുന്നുണ്ട്? മരങ്ങൾ, ദൂരമല, ചുവന്ന കൊടി, കൊടികെട്ടിയ വടി, ബോർഡ്, ആൾരൂപം എല്ലാം വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് സർ. ആ ബെസ്റ്റ്. ഗൺ എയിം ചെയ്യുന്ന പട്ടാളക്കാരൻ തന്റെ പ്രതിയോഗിയെ മാത്രമേ കാണാൻ പാടുള്ളൂ. മലയും കോപ്പും ഒക്കെ കാണാൻ പോയാലേ ശത്രുവിന്റെ ബുള്ളറ്റ് നിന്റെ നെറ്റി തുളയ്ക്കും. ബി ഇൻ യുവർ പൊസിഷൻ. എക്സസൈസ് ചെയ്ത ശരീരം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ചിട്ട, ഏകാഗ്രത, മനസാന്നിധ്യം, ഇതൊക്കെയാണ് പ്രധാനം. മനസ്സിലായോ? ക്യാമ്പിലേക്ക് പാല് കടന്ന് കൊടുക്കാൻ. മനസ്സിലായല്ലേ? അവിചാരിതമായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ
ഡിസിപ്ലിനും മനസാന്നിധ്യവുമാണ് ഒരു പട്ടാളക്കാരന്റെ രക്ഷാകവചം. Target at your front. You're on time. ഏത് പ്രതിസന്ധിയിലും ധൈര്യം കൈവിടരുത്. എല്ലാരും ഇതുപോലെ എന്തെങ്കിലും നോക്കൂ പ്ലീസ്. എന്റെ പിന്നാലെ തന്നെ വരുന്നേ. ആ പശുവിനെ പിടിച്ചിട്ടോ. താനെന്താ പശുവിനെ കൊണ്ട് കബഡി കളിപ്പിക്കാം? ഇവിടുത്തെ ബിസിനസ് നമുക്ക് പറ്റും തോന്നുന്നില്ല ലക്ഷ്മി. നിന്റെ പശുവിനെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നേ. വാ മോളെ വാ വാ. അയ്യോ ക്ഷമിക്കണം, എനിക്ക് ലക്ഷ്മിക്കുട്ടിക്ക് ഈ വക വെടിശബ്ദം ഒന്നും പരിചയമില്ല. നിങ്ങൾ അതിനെ എവിടെയെങ്കിലും ഒന്ന് കെട്ട്. ആ വാ വാ വാ, കെട്ടാം കെട്ടാം. Sir, sir, ഞാൻ ഹെൽപ്പ് ചെയ്യണോ? ഒറ്റ ചവിട്ടിയാ മതിയല്ലോ. ആഹാ, എന്നാ അവിടെ കട. ഏയ്, പശുവിനെ പേടിച്ചിങ്ങനെ ഓർഡർ പട്ടാളാണെങ്കിൽ അതിർത്തിയിൽ കുറച്ച് പശുവിനെ അഴിച്ചു വിട്ടാ പോരെ, അല്ലേ ലക്ഷ്മിക്കുട്ടി? सौ साल पहले मुझे तुमसे प्यार था. 100 साल पहले मुझे तुमसे प्यार था. सौ साल पहले मुझे तुमसे प्यार था. मुझे तुमसे प्यार था. 100 साल പട്ടാള പട്ടികളെ ആരാണ് അവിടെ ഓലിയിടുന്നത്? ചെറ്റൻ താഴെയാണ് അപ്പുറത്ത്. ഗായകൻ വെട്ടത്തോട്ട് ഇറങ്ങി വാടാ. ഇറങ്ങി വരില്ലേടാ ഗായക. വേണ്ട, അവിടെ തന്നെ നിന്നോ. ഈ കുമാരന് ഉന്നം ഉണ്ടോന്ന് കാണിച്ചു തരാം. പെണ്ണുങ്ങൾക്ക് മാനം മര്യാദ ജീവിക്കാൻ സാധിക്കില്ലെന്ന് വെച്ചാ ഇറങ്ങി വാടാ ചെറ്റ ഗായക മോനെ. വരുന്നുണ്ടോ? എടീ, നീ എന്നെ ഒരുപാട് കൺട്രോൾ ചെയ്യരുത് കേട്ടോ. നീ വളരെ ഇന്ന് എനിക്ക് രണ്ടിലോ എന്നറിയണം. എടാ പട്ടാള പട്ടികളെ, അകത്തേക്ക് വരാൻ. ഞാൻ ഇത് കൂടി ഒന്ന് ഫിനിഷ് ചെയ്തോട്ടെ. ലാസ്റ്റ് ബോൾ. ഈശ്വരാ, ഇത് എന്തിനാ മാറ്റാടാ ഇത്? കേറാൻ. എന്താ നുഴഞ്ഞു കയറാൻ പഠിപ്പിക്കേ. നുഴഞ്ഞു കയറാൻ. ഇങ്ങേർക്ക് ഇത് എന്തിന്റെ കേടാണ്? ആകാശത്ത് കൂടി പോണ വെടിയുണ്ട കോണി വെച്ച് കയറി കൊണ്ടോളും. ഇതാ കുറച്ച് വെള്ളം ചേർത്ത് കഴിക്കണം മോനെ, കരള് പാടി പോവും. ഇതിനൊക്കെയുള്ള വെള്ളം നമ്മുടെ ശരീരത്തിലുണ്ടെന്ന ശാസ്ത്രം. നിങ്ങൾ അവിടെ വന്നിട്ട് കുറെ നേരമായിരുന്നു? എവിടെ? അവിടെ ആ ഗ്രൗണ്ടിന്റെ അവിടെ. അന്ന് ഞങ്ങളെ കണ്ടില്ലേ? ആ. അപ്പൊ ഒന്നുള്ളൂ. ആഹാ, എന്താണ് പ്രശ്നം? ഒന്നുമില്ല, ചുമ്മാ. എന്നാ ഞാൻ പോട്ടെ. കാലത്ത് നേരത്തെ നീക്കണ്ടേ? PT ഉണ്ട്. 100 साल पहले मुझे तुमसे प्यार था, आज भी है और कल भी रहेगा. सदियों से तुझसे मिलने किया बेकरार था, किया बेकरार था.